വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റ ഷാനു എന്ന് പറയുന്ന ആളുടെ അമ്മയാണ് നമ്മളടുത്ത് സംസാരിച്ചത്. അവർ ഗുരുതരമായൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ വൈദ്യുതി കെണിയുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച മുമ്പേ KSEB ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ലഭ്യമായതായി താങ്കളുടെ അറിവിലുണ്ടോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇടപെടാനായത്? എന്റെ അറിവില്ല. എന്തായാലും പോലീസ് അന്വേഷണത്തിന് ഏർപ്പെടുത്തിയിട്ട് അത് അന്വേഷിച്ചിട്ട് ആരാണോ കുറ്റക്കാരനെ യാതൊരു ദയാദാക്ഷിണ്യം അതിൽ കാണിക്കില്ല. പിന്നെ ഇവിടെ ഈ കെണി വെച്ച ആളുകളുണ്ടല്ലോ, വൈദ്യുതി വേലിക്ക് മൃഗത്തിന് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള സോളാർ വേലി വെച്ചിട്ടുണ്ട്. ആ വേലി വെക്കുമ്പോൾ ബാറ്ററിയിൽ കൂടെയുള്ള കറണ്ടേ എടുക്കാൻ പാടുള്ളൂ. അതൊക്കെ തെറ്റായിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. SP യുടെ ഡെപ്യൂട്ടി CE പോയി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിനിസ്റ്റർ, രാവിലെ തന്നെ താങ്കളടുത്ത് മാധ്യമപ്രവർത്തകർ സൂചിപ്പിച്ച കാര്യമാണ്. നമ്മളിത് ലൈവിൽ പോലും പലരും പറയുന്നുണ്ടായിരുന്നു, മുൻപൊക്കെ KSEB അടുത്ത് പരാതി പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഈ അമ്മ തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇത്തരം വൈദ്യുതി കെണികൾ പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും രാവിലെ പോലും നമ്മൾ സംസാരിച്ചപ്പോൾ ഈ KSEB ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് സമീപിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അധികാരം കൊടുത്തിട്ടുണ്ട്, ചീഫ് വൈൽഡ് ലൈഫിന്റെ അധികാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരത് സൂപ്പർവിഷൻ നോക്കാൻ അവരുടെ നേതൃത്വത്തിലാണ് പന്നിയെ പിടിക്കേണ്ടതൊക്കെ. അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായി കേസെടുക്കണ്ടേ? അത് ചെയ്യാനുള്ള നിർദ്ദേശം പോയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് അന്വേഷണത്തിൽ ആരാണോ കുറ്റക്കാര് അവർക്കെതിരായി ശക്തമായ നടപടി ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനിസ്റ്റർ, ഇപ്പോൾ താങ്കൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു? കാരണം ഇതിപ്പോൾ ഇവർ രേഖാമൂലമല്ല എഴുതി നൽകിയിരിക്കുന്നത്, സാധാരണക്കാരായ മനുഷ്യരാണ്. അവർ ഈ 2 ആഴ്ച മുമ്പേ ഇത് ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഈ അമ്മ ഇപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. നേരിട്ട് ഇടപെട്ടപ്പോൾ അവരെന്താണ്, ആ ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? എന്തെങ്കിലും പരാതി ഇവർക്ക് മുമ്പ് ലഭിച്ചിട്ടുണ്ടോ? അവർ പറയുന്നില്ല. കാൾ ലിസ്റ്റ് പോലീസ് ആകുമ്പോ കാൾ ലിസ്റ്റ് ഒക്കെ നോക്കുമല്ലോ, എത്ര മണിക്ക് ആരെ വിളിച്ചു എന്നുള്ളതൊക്കെ അറിയാലോ നമുക്ക്. അതൊക്കെ അറിഞ്ഞു നോക്കിയിട്ട് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഴ്ചക്കെതിരായിട്ട് നടപടി ഉണ്ടാവും കേട്ടോ. ശരി, വളരെ നന്ദി മിനിസ്റ്റർ സംസാരിച്ചതിന്. എന്തായാലും ഈ പറഞ്ഞതുപോലെ രേഖാമൂലമല്ല, 2 ആഴ്ച മുമ്പേ ഈ വൈദ്യുതി കെണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം KSEB ഉദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന ഷാനുവിന്റെ അമ്മയായ രജനി ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലുള്ള വൈദ്യുതി കെണി അവിടെ പലയിടങ്ങളിലുമുണ്ട്, അത് കണ്ടവർ സംസാരിച്ചിട്ടുണ്ട്. ഈ വൈദ്യുതി കെണിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം 2 ആഴ്ച മുമ്പ് KSEB ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും അവർ ഇടപെട്ടില്ല. ഒരുപക്ഷെ അവർ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ദാരുണമായ ഒരു അപകടം അവിടെ ഉണ്ടാകില്ല എന്നാണ് ആ അമ്മ പറയുന്നത്.